ഹലോ ചങ്ങായിമാരെ, അപ്പോൾ വെന്നിയൂർക്കാരെന്നൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ചാനൽ ആരും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് മാക്സിമം സപ്പോർട്ട് ചെയ്യാം. അപ്പം ഇന്ന് ഞാൻ ചെയ്യാൻ പോണ വീഡിയോ എൻ്റെ ഒരു ജോലിൻ്റെ ഭാഗമായിട്ടുള്ളൊരു വീഡിയോ ആണ്. ഞാനൊരു പ്ലംബറാണ്. ജലനിധി എന്ന ഒരു ശുദ്ധജല വിതരണ പദ്ധതിയുടെ ഒരു ചെറിയൊരു പ്ലംബറായിട്ട് വർക്ക് ചെയ്യുകയാണ്. അപ്പം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് 125 പൈപ്പിന് എങ്ങനെ വാൾവ് സെറ്റ് ചെയ്യാം. നമ്മളെ വീടുകളിലൊക്കെ 1 ഇഞ്ച് 1 ഇഞ്ച് അല്ലെങ്കിൽ 2 ഇഞ്ച് വരെയൊക്കെ നമ്മളെ വീടുകളിൽ ഉണ്ടാവും, വാൾവ് സെറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ 125 ആണ്. ഒരു 5 ഇഞ്ച് 6 ഇഞ്ച് വരുന്ന പൈപ്പിന് എങ്ങനെ വാൾവ് സെറ്റ് ചെയ്യാന്നുള്ളതാണ് നമ്മളിന്ന് വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ GI വാൾവാണ് സെറ്റ് ചെയ്യുന്നത്. ഞങ്ങൾ രാത്രിയാണിത് സെറ്റ് ചെയ്യുന്നത്. പബ്ലിക് റോഡ് ആയതുകൊണ്ട് രാത്രി നമുക്ക് റോഡ് കട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഞങ്ങൾ രാത്രിയാണിത് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ രാത്രി ആയതുകൊണ്ട് ക്യാമറ കുറച്ച് ക്ലാരിറ്റി കമ്മി ഉണ്ടാവും. അപ്പോൾ അതെല്ലാം അഡ്ജസ്റ്റ് ചെയ്യാം. നമുക്ക് വീഡിയോക്ക് പോകാം. അപ്പോൾ വാൾവ് സെറ്റ് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. വാൾവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഏകദേശം 50 കിലോൻ്റെ അടുത്ത് വരും വാൾവ്. പിന്നെ അതുപോലെ ടൈൽ പീസ്, പിന്നെ CD ജോയിൻറ്റ്, പിന്നെ 125 പൈപ്പിൻ്റെ പീസ്. പിന്നെ മസ്റ്റായിട്ട് വേണ്ട സാധനമാണ് മെറ്റൽ, എംസാന്, സിമെൻറ്റ്. അതായത് നമ്മൾ പബ്ലിക് റോഡ് കട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ ആളുകളെ സീനാക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഉടനെ തന്നെ പണി കഴിഞ്ഞ് ഉടനെ തന്നെ കോൺക്രീറ്റും ചെയ്യാനുള്ള സെറ്റപ്പ് ചെയ്തിട്ടുള്ളതാണ് ഞങ്ങൾ ഈ പണി തുടങ്ങിയിട്ടുള്ളത്. മൻസൂർ അലി ഭായി ട്രെഞ്ച് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം ട്രെഞ്ച് എടുത്ത് പൂർത്തിയാവാനായി. മൻസൂർ അലി ഭായി ആസാംകാരനാണ്, നമ്മളെ മേസിരി കൂടിയാണ്. ഇത് നമ്മൾ ഉള്ളിലേട്ട് സൈഡൊക്കെ കൂടുതൽ വീതി കൂട്ടിയെടുക്കുകയാണ്. നമ്മൾ ബോൾട്ടൊക്കെ ടൈറ്റ് ആക്കുന്നതിന് വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്. അപ്പം നമ്മൾ പൈപ്പ് കട്ട് ചെയ്യാൻ പോകുന്നത് ബ്ലേഡ് കൊണ്ടോ ഗ്രൈൻഡർ കൊണ്ടോ അല്ല, നമ്മൾ സൈക്കിളിൻ്റെ കേബിൾ ഉപയോഗിച്ചിട്ടാണ് പൈപ്പ് കട്ട് ചെയ്യുന്നത്. ഈ പൈപ്പ് കട്ട് ചെയ്യുന്ന രീതി എല്ലാവരും കണ്ടിട്ടുണ്ടാവും, എല്ലാവർക്കും അറിയാമായിരിക്കാം. അപ്പോൾ ഇത് കേജ് കൂടിയ പൈപ്പ് ആയതുകൊണ്ടാണ് നമ്മൾ സൈക്കിളിൻ്റെ കേബിൾ ഉപയോഗിച്ച് കട്ട് ചെയ്യാൻ പോകുന്നത്. വളരെ സിമ്പിളായിട്ട് കട്ടായി പോകുന്നത് നിങ്ങൾക്ക് വീഡിയോയിൽ ശ്രദ്ധിച്ചാൽ അറിയാം. വളരെ റൗണ്ടായിട്ട് ഫിനിഷിംഗ് ആയിട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ വാൾവ് സെറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ പൈപ്പ് കട്ട് ചെയ്തിട്ടുണ്ട്. 2 സൈഡും കട്ട് ചെയ്തിട്ടുണ്ട്. ഈ സൈഡിലൊരു ഉള്ളിലോട്ടൊരു ഗുഹ മോഡൽ കാണാം. അത് നമ്മൾ ബോൾട്ടൊക്കെ ടൈറ്റ് ആക്കാൻ ചെയ്തതാണ്. ഇത് പൈപ്പിൻ്റെ റൗണ്ടൊക്കെ ഫിനിഷ് ആക്കുന്നത് ഗ്രൈൻഡർ ഉപയോഗിച്ചിട്ട്. അപ്പോൾ ട്രെഞ്ച് ഏകദേശം പൂർത്തിയായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ റോഡ് കോൺക്രീറ്റ് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ ഇറക്കിയിട്ടുണ്ട്. മെറ്റൽ, എംസാന്, സിമെൻറ്റൊക്കെ ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ പൈപ്പാണ് നമ്മളിപ്പോൾ അവിടെ നിന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത്. നല്ല കേജ് വരുന്നുണ്ട്, ഏകദേശം 10 kg ഒക്കെ വരുന്നുണ്ട്. ഇതാണ് ടൈൽ പീസ്. ആ ടൈൽ പീസ് ഉപയോഗിക്കുന്നത് നമ്മൾ വാൾവൊക്കെ സെറ്റ് ചെയ്യാനാണ് ഉപയോഗിക്കുന്നത്. ഈ ടൈൽ പീസ് വാൾവുമൊക്കെ ജോയിൻ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് ഈ CD. ഇത് ബോൾട്ട് ഇട്ടിട്ട് വാൾവുമ കുടുക്കി വെച്ചിട്ടാണ്. ഈ ടൈൽ പീസും പൈപ്പും കൂടി ജോയിൻ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് ഈ CD ജോയിൻറ്റ്. നമ്മൾ വലിയ പൈപ്പൊക്കെ ലീക്ക് വന്നാൽ അധികം ആളുകൾ ഉപയോഗിക്കുന്ന സാധനമാണ് CD ജോയിൻറ്റ്. നമുക്ക് സോക്കറ്റ് അടിച്ച് ഉപയോഗിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഈ CD ജോയിൻറ്റ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ വാസ്തവം എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മളെ വാൾവും ടൈൽ പീസും കൂടി തമ്മിൽ ജോയിൻ്റ് ചെയ്യുന്നിടത്ത് വെക്കാനുള്ളതാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബോൾട്ടുകളൊക്കെ. അപ്പോൾ നമ്മളെ മൻസൂർ അലി ഭായി ആണെന്ന് വാൾവ് സെറ്റ് ചെയ്യുന്നത്. നമ്മളെ ബുഷൊക്കെ റൗണ്ടിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഏകദേശം 10 ബോൾട്ടോളം വരുന്നുണ്ട് ഒരു ഭാഗത്തേക്ക്. അപ്പോൾ നമ്മൾ ആദ്യം വാൾവ് പുറത്ത് വെച്ച് സെറ്റ് ചെയ്യുകയാണ്. 2 സൈഡും ടൈൽ പീസ് വെച്ച് സെറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ 125 പൈപ്പുമായി കണക്ട് ചെയ്യാൻ പോകുന്നത്. അത് പിന്നീട് CD ജോയിൻ്റ് ഇട്ട് നമ്മൾ ടൈറ്റ് ആക്കുകയാണ്. നമ്മൾ ആദ്യം ബുഷ് വെച്ചു, പിന്നീട് ടൈൽ പീസ് വെച്ചു, പിന്നെ ബോൾട്ട് ഇട്ട് ടൈറ്റ് ചെയ്യാണ്. അങ്ങനെ 2 ഭാഗം ചെയ്തതിന് ശേഷമാണ് നമ്മൾ വാൾവ് 125 പൈപ്പുമായിട്ട് കണക്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ചങ്ങായിമാരെ, നമ്മളെ വീഡിയോയിൽ പല പോരായ്മകളുണ്ടാവും. അതൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. എന്നാലേ നമുക്ക് അടുത്ത വീഡിയോ ചെയ്യുമ്പോൾ ആ പോരായ്മകളൊക്കെ പരിഹരിച്ച് വീഡിയോ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യണം.
അപ്പോൾ നമ്മളിവിടെ നിന്ന് വാൾവ് സെറ്റ് ചെയ്യാൻ പോകേണ്ടത് എന്തെന്ന് വെച്ചാൽ ഇവിടെ ഭൂപ്രകൃതി കൊണ്ട് ഇറക്കവും കയറ്റമുള്ളൊരു പ്രദേശമാണ്. അപ്പോൾ താഴ്ന്ന പ്രദേശത്തേക്ക് കൂടുതൽ വെള്ളം പോയിട്ട് മുകൾ പ്രദേശങ്ങൾ വെള്ളം കിട്ടാത്തൊരവസ്ഥയാണുള്ളത്. അപ്പോൾ നമ്മൾ വാൾവ് സെറ്റ് ചെയ്തിട്ട് മുകളിലോട്ട് പ്രഷർ കൊടുക്കുന്ന രീതിയിലാണ് ഇവിടെ വാൾവ് സെറ്റ് ചെയ്യാൻ പോകുന്നത്. ആ വാൾവ് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. രണ്ട് സൈഡിലും ടൈൽ പീസ് ഇട്ട് കുടുക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ 125 പൈപ്പുമായിട്ട് കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മളെ ഗുരുവിൻ്റെ വാൾവാണ്. ഏകദേശം 50 കിലോളം വെയിറ്റ് വരും. അപ്പോൾ നമ്മളിത് കയറിട്ടിട്ട് തൂക്കിയിട്ടാണ് നമ്മൾ ഇറക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ വാൾവ് സെറ്റ് ചെയ്യാൻ പോവാണ്. നമ്മൾ കയറിട്ടിട്ടാണ് ഇറക്കുന്നത്. സി ഡി ജോയിൻ്റ് ഒരേ ലെവലിൽ കുടുങ്ങി നിൽക്കുന്നതിന് വേണ്ടി നമ്മൾ കയറിട്ട് ഒരേ ലെവലിൽ നിന്നാലേ നമുക്ക് സി ഡി ജോയിൻ്റ് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മളെ മനുഭായി എത്തിയിട്ടുണ്ട്. മനുഭായി നമ്മളെ മേസ്തിരി തന്നെയാണ്. നമ്മുടെ ഈ ടൈൽ പീസ് മുതലും 125ൻ്റെ പൈപ്പ് മുതലും രണ്ട് സൈഡിൽ നമ്മളെ സി ഡി ജോയിൻറ്റിൻ്റെ ഓരോ ജോയിൻ്റ് ആദ്യം കയറ്റണം. ഇതിപ്പോൾ രണ്ട് സൈഡ് നമ്മളിപ്പോൾ ടൈറ്റാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഏകദേശം നമ്മളെ രണ്ട് സൈഡും പൈപ്പിൻ്റെ വാൾവിൻ്റെ രണ്ട് സൈഡ് ഇപ്പോൾ ഏകദേശം ടൈറ്റാക്കി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വലിയ പൈപ്പൊക്കെ ലീക്ക് വന്നാൽ ഈ മോഡലാണ് നമ്മൾ ലീക്ക് അടക്കുന്നത്, സി ഡി ജോയിൻ്റ് ഉപയോഗിച്ചിട്ടാണ്. ഇപ്പോൾ നമ്മളെ രണ്ട് സൈഡും നമ്മളിപ്പോൾ സി ഡി ജോയിൻ്റ് ഇട്ട് വാൾവ് സെറ്റ് ആക്കിയിട്ടുണ്ട്. ഏകദേശം നമ്മൾ പണി ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അൻസുറുബായി ബോൾട്ടുകൾ ടൈറ്റ് ആക്കണേ. നമ്മൾ ആദ്യം ഈ രണ്ട് സൈഡും ചെറിയ രീതിയിൽ തുരങ്കുണ്ടാക്കി വെച്ചത് നമ്മളെ ഈ സ്പാൻഡർ പിടിക്കാനാണ്. അപ്പോൾ നമ്മളെ വാള് സെറ്റിങ് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. കവറിങ് പൈപ്പ് ഇട്ട് മണ്ണൊക്കെ ഇട്ട് ഒരു കോൺക്രീറ്റിൻ്റെ സ്ലാബൊക്കെ അതിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ താൽക്കാലികം ചാക്കിട്ട് മൂടിയതാണ്. അപ്പോൾ നമ്മളെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണേ. അപ്പോൾ ഇനി ആരും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണ്ടാവും. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം.